ഹണി റോസിന്റെ പരാതിയിൽ രജിസ്റ്റർ ചെയ്ത കേസ് പ്രഥമദൃഷ്ട്യാ നിലനിൽക്കുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോടതി ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം നിഷേധിച്ചത്. കണ്ണൂരിലെ ഉദ്ഘാടന പരിപാടിയിൽ നടി ഹണി റോസിനെ കുന്തി ദേവിയോട് ഉപമിച്ചത് കുന്തി ദേവിയായി അഭിനയിച്ച നടിയെ പോലെ തോന്നിയത് കൊണ്ടെന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. എന്നാൽ അനുമതിയില്ലാതെ ശരീരത്തിൽ സ്പർശിച്ചെന്നും ഒളിവിൽ പോകാനും സാക്ഷികളെ സ്വാധീനിക്കാനും സാധ്യതയുണ്ടെന്നുമുള്ള പോലീസ് റിപ്പോർട്ട് കോടതി അംഗീകരിക്കുകയായിരുന്നു. ഹണി റോസിനെതിരായ ദ്വയാർത്ഥ പ്രയോഗം അശ്ലീല ചുവയുള്ളതാണെന്ന് പ്രഥമദൃഷ്ട്യാ ബോധ്യപ്പെട്ടതെന്നും കോടതി വ്യക്തമാക്കി. സന്യാസിനി വേഷമണിഞ്ഞ് പ്രത്യേക രീതിയിലുള്ള ഹെയർ സ്റ്റൈലിലാണ് നടി ഹണി റോസ് ഉദ്ഘാടന ചടങ്ങിൽ പ്രത്യക്ഷപ്പെട്ടത്. അഭിമുഖങ്ങളിലടക്കം പങ്കുവച്ചത് പുരാണത്തിലെ കാര്യങ്ങളാണെന്നും അശ്ലീല പദപ്രയോഗങ്ങൾ എന്നത് തെറ്റിദ്ധാരണ മാത്രമെന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. നടിയെ താൻ ഉപമിച്ചപ്പോൾ അവർ ചിരിക്കുകയായിരുന്നുവെന്നും ഇതിന്റെ വീഡിയോ ഹാജരാക്കാമെന്നും പ്രതിഭാഗം അറിയിച്ചു. ഇത് അനുവദിക്കരുതെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു. ഇത് കോടതി അംഗീകരിക്കുകയും ദൃശ്യങ്ങൾ കാണേണ്ടതില്ലെന്ന് തീരുമാനിക്കുകയും ചെയ്തു. കയറി പിടിച്ചിട്ടില്ലെന്നും കൈ കാണിച്ചപ്പോൾ കൈ പിടിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂവെന്നും ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചു. നടി തന്നെ ഇതിന്റെ ദൃശ്യങ്ങളും ഫോട്ടോകളും ഫേസ്ബുക്കിൽ പങ്കുവച്ചിട്ടുണ്ടെന്നും ഇപ്പോഴും അവ അവിടെ തന്നെയുണ്ടെന്നും ഇതിന്റെ ലിങ്കുകൾ ഹാജരാക്കി പ്രതിഭാഗം പറഞ്ഞു. അന്നൊന്നും അപമാനിച്ചതായി തോന്നാത്ത നടിക്ക് പിന്നീട് എപ്പോഴാണ് ഇത് അപമാനമായി തോന്നിയതെന്നും എന്നിട്ടും ദൃശ്യങ്ങൾ ഫേസ്ബുക്കിൽ നിലനിർത്തിയത് എന്തിനെന്നും പ്രതിഭാഗം ചോദിച്ചു. പരാമർശം നടത്തിയെന്ന് പറയുന്ന സംഭവത്തിന് ശേഷവും ഇരുവരും സൗഹൃദത്തിലായിരുന്നു. പിന്നീടും ഇരുവരും ഒരുമിച്ചു പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട്. ശരീരത്തിൽ സ്പർശിച്ചുവെന്ന് പറയുന്നത് തെറ്റാണ്. കണ്ണൂരിൽ നടന്ന പരിപാടിയുടെ ദൃശ്യം ഹണി റോസ് തന്നെ സമൂഹമാധ്യമത്തിൽ പങ്കുവച്ചിട്ടുണ്ട്. മുമ്പും തന്റെ സ്ഥാപനങ്ങളുടെ ചടങ്ങുകളിൽ അതിഥിയായി നടിയെ ക്ഷണിച്ചിട്ടുണ്ടെന്നും ബോബി ചെമ്മണ്ണൂർ അറിയിച്ചു. താൻ കുറ്റം ചെയ്തിട്ടില്ലെന്നും പരാമർശങ്ങൾ ദുരുദ്ദേശപരമായിരുന്നില്ലെന്നും ബോബി പറഞ്ഞു. സംരംഭകനായ താൻ ജയിലിൽ കിടന്നാൽ അത് ആയിരക്കണക്കിന് കുടുംബങ്ങളെ ബാധിക്കും. തന്റെ ഫോൺ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. ജാമ്യം ലഭിക്കാവുന്ന കേസിൽ അറസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അന്വേഷണത്തിന് ആവശ്യമുണ്ടെങ്കിൽ തന്നെ വിളിച്ചാൽ മതിയെന്നും പ്രതിഭാഗം വാദിച്ചു. ബോബി ചെമ്മണ്ണൂരിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത മൊബൈൽ ഫോണും പോലീസ് കോടതിയിൽ ഹാജരാക്കിയിരുന്നു. ജാമ്യ ഹർജിയെ എതിർത്ത പ്രോസിക്യൂഷൻ കുറ്റം ഗൗരവമേറിയതാണെന്നും വാദിച്ചു. മൊബൈൽ ഫോണിന്റെ ഫോറൻസിക് പരിശോധന പൂർത്തിയാകും വരെ ജാമ്യം നൽകരുതെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. ബോബി ദ്വയാർത്ഥ പ്രയോഗം നടത്തിയെന്നും ഇതിനുശേഷം തുടർച്ചയായി അധിക്ഷേപിക്കാൻ ശ്രമിച്ചെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. അനുവാദമില്ലാതെ ഹണി റോസിന്റെ ശരീരത്തിൽ സ്പർശിച്ചു. അവരെ അപമാനിച്ചത് ആയിരക്കണക്കിന് ആളുകളുടെ മുന്നിൽ വെച്ചാണ്. ഇത് സമൂഹമാധ്യമത്തിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്തു. എല്ലാവർക്കും മനസ്സിലാവുന്ന ദ്വയാർത്ഥ പ്രയോഗങ്ങളാണ് അദ്ദേഹം നടത്തിയത്. ഉദ്ഘാടന ചടങ്ങിൽ ഏറെ വേദനിച്ചാണ് ഹണി റോസ് മടങ്ങിയത്. ഹണി റോസിനെ ബോധപൂർവം അപമാനിക്കാനായിരുന്നു പ്രതിയുടെ ശ്രമമെന്നും പ്രോസിക്യൂഷൻ പറഞ്ഞു. വലിയ സ്വാധീനമുള്ളയാളാണ് ബോബി. അതിനാൽ ജാമ്യം നൽകിയാൽ ഒളിവിൽ പോകാനുള്ള സാധ്യത ഏറെയാണെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. ജാമ്യം നിഷേധിച്ചതിനെതിരെ അപ്പീൽ നൽകാനാണ് ബോബി ചെമ്മണ്ണൂരിന്റെ തീരുമാനം. ന്യൂസ് 18 കൊച്ചി.